ചിക്കൻ കറി പിന്നെ നമ്മൾ വെക്കുമ്പോൾ വെച്ചാൽ വറുത്ത് അരച്ചിട്ട് വെക്കുന്നു. പിന്നെ അരച്ചത് ഒന്നും ചേർക്കാതെയും വെക്കുമല്ലോ. ഈ വറുത്തരച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെ ചിലപ്പോൾ ഇന്ന് ചോറും ചിക്കൻ കറിയാണ്, അത് നമ്മളിന്ന് വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. തേങ്ങയും മല്ലിപ്പൊടി അതുപോലെ ഉള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പിലൊക്കെ. അപ്പം എന്താ വെച്ചാൽ ഇന്ന് അതാണ് ഇപ്പോൾ ഇന്ന് ഊണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ കറിക്ക് വേണ്ട ചിക്കൻ കഷ്ണങ്ങൾ ഇവിടെ ഉണ്ട്, മറ്റു ചേരുവകളും ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ നമ്മൾ 1/2 കിലോ ചിക്കൻ, ഇത് 1/2 കിലോ ചിക്കനാണ് എടുക്കുന്നത് ഇന്നത്തെ കറിക്ക്. എന്ന് വെച്ചാൽ നമ്മൾ വറുത്തരയ്ക്കുകയാണ് ചെയ്യുന്നത്, തേങ്ങ അരച്ചിട്ടാണ്. അപ്പോൾ ആദ്യം വറക്കലൊക്കെ ഇതൊക്കെ വറുത്ത് വെച്ച് അത് അരച്ച് വെക്കണം, എന്നിട്ട് വേണം പിന്നെ അത് കറീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഈ തേങ്ങ അത് ചിരകി വയ്ക്കാം. ഇനിയിപ്പോൾ തേങ്ങ, ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, അത് നമുക്ക് വറക്കാനുള്ളതാണ്. ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനിയുണ്ട് വറുത്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് പിന്നെ നമ്മളെ മല്ലിപ്പൊടി അതും ചേർക്കാണ്. ഇത്രയാണ് വറുത്തെടുക്കുന്നത്. ഇന്ന് നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയാണ്. പിന്നെ അത് വറുക്കൽ കഴിഞ്ഞു, അരി വറുത്തൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിലുള്ള ചേരുവകൾ അതൊക്കെ ഒന്ന് ഓരോന്നൊന്നാക്കാം. ഉള്ളി, കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, അതന്നെ കാര്യമായിട്ട്. കിഴങ്ങ് വലിയൊരു കിഴങ്ങ്. ഒക്കെ കഴുകി വൃത്തിയാക്കി ഇനി നമുക്ക് നുറുക്കാം. ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ അതായത് നമ്മൾ വറുത്തരച്ച് വെക്കുന്ന അല്ലാതെ തന്നെ തേങ്ങ അരയ്ക്കാതെ തന്നെ അങ്ങനെ ഉണ്ടാക്കലുണ്ട്. പക്ഷെ വറുത്തരച്ചതാണ് കുറച്ചുകൂടി, അതായത് നമുക്ക് രസമാണ്, നല്ല ടേസ്റ്റ്. എനിക്ക് കൂടുതലിഷ്ടം വറുത്തരച്ചത്, പ്രത്യേകിച്ച് തേങ്ങ അരച്ചാൽ മതി. തേങ്ങ അരച്ചതാണ് ഇഷ്ടം. അത് മീൻ കറി ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ്, നല്ല വലിയ തക്കാളിയാണ്. ഒക്കെ വേറെ വേറെ പാത്രത്തിലാക്കി വെച്ച് പിന്നെ വഴറ്റാനുള്ള സൗകര്യത്തിനനുസരിച്ച് അങ്ങനെ ആക്കി വെക്കട്ടെ. അപ്പോൾ എല്ലാം നമ്മൾ നുറുക്കി വേറെ വേറെ പാത്രത്തിലാക്കി വെച്ചു. അരച്ച് വെക്കലും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഒക്കെ വേവിച്ച് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നുറുക്കലൊക്കെ കഴിഞ്ഞല്ലോ. ഈ പാത്രത്തിലാണ് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പറന്ന് ഒക്കെ ചൂടായതാണ് പാത്രം. വെളിച്ചെണ്ണ അത്യാവശ്യം എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉള്ളി, പച്ചമുളകും അരിഞ്ഞത് അത് നമുക്ക് ആദ്യം വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് തക്കാളി നുറുക്കിയത് അതും കൂടി അത് ചേർക്കാം. പിന്നെ എനിക്ക് മുളക് പൊടി, പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി അത് ചേർത്തിട്ട്, മല്ലിപ്പൊടി പിന്നെ നമ്മൾ അരച്ചതിൽ അതിൽ ചേർക്കുന്നുണ്ടല്ലോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുരുമുളക് പൊടി,
ഗരം മസാല അതുകൂടി ചേർക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ കിഴങ്ങ് നുറുക്കിയത്, പിന്നെ നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ പാകമാണ് ഈ പാത്രത്തേക്ക് 1/2 കിലോ. പിന്നെ മറ്റ് ചേരുവകളും എല്ലാം ചേരുമ്പോൾ അതാണ് ഇതിൻ്റെ കണക്ക്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കിയൊക്കെ ഒന്ന് ചേർത്തിട്ട് പിന്നെ നമുക്ക് ഉപ്പ് അത് ചേർക്കാം. ഇനിയിപ്പോൾ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി ഇത് അങ്ങോട്ട് വേവട്ടെ. ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കാം. ഞാൻ അടച്ച് വയ്ക്കാം. അരച്ചത് അതിവിടെ ഉണ്ട്. ഇപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഇനി അരച്ച് ചേർക്കാൻ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടി തന്നെയാണ്, അതായത് കുറുക്കി അരച്ച് തന്നെയാണ്. ഇപ്പോൾ കണ്ടോ, നല്ല ഉഷാറായി. ഇനി നോക്കാം എന്തൊക്കെയാണ്. എല്ലാം പാക്കാം. നല്ല പോലെ ഉണ്ട്, വറുത്തെടുത്താലുണ്ട്. നല്ല ഉഷാറായിട്ടുണ്ട്. ഇനി കറിവേപ്പില അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇവിടെ റെഡിയായി. പണ്ടത്തെ കോഴിവെപ്പ്, അതായത് കോഴിക്കറി വെപ്പ് ഇങ്ങനെയല്ല. മസാലയൊക്കെ കൽച്ചട്ടിയിൽ ഒന്നായിട്ട് കലക്കിയുള്ള വെപ്പാണ്. അങ്ങനെ കൂട്ടിയിട്ടുള്ള വെപ്പാണ്. കലച്ചട്ടിയിലെ കൽച്ചട്ടിയിലാക്കിയ തേങ്ങ അന്ന് വറുത്തായിരിക്കും അല്ലേ? തേങ്ങ ചിരട്ടിലൊക്കെ വറുത്തരയ്ക്കും. ഇനിയും വെറും മസാല, എന്നിട്ട് ഉള്ളി അരിഞ്ഞ് വറുത്തിട്ട് ചെയ്യുക. അന്ന് പിന്നെ നാടൻ കോഴിയല്ലേ? അന്ന് നാടൻ കോഴിക്ക് നല്ല വേവാണ്. അടുപ്പത്താണ് വെക്കുക. സമയം 10:30. 10:30 കഴിഞ്ഞു. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഊണിനുള്ള എല്ലാം 10:30 ഒക്കെ റെഡിയായി. 12 മണിക്കല്ലേ ഞങ്ങൾക്ക് ഊണ് കഴിക്കല്. നല്ല വെയിലും തുടങ്ങിയിട്ടുണ്ട്, നല്ല ചൂടുണ്ട് പ്രാവശ്യം. പ്രാവശ്യം നല്ല ചൂട് ആദ്യം തന്നെ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഊണ് കഴിക്കേ അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ ചിക്കൻ കറി, പിന്നെ ഇപ്പം ഇന്ന് പപ്പടം കാച്ചിയത്. അപ്പോൾ ചോറ്, ചിക്കൻ കറി, പപ്പടം കാച്ചിയത്. ഇന്നിപ്പോൾ അങ്ങനെയാണ്, ഒരു നോൺ വെജ് ഊണ് അങ്ങനെയാണ്. നമ്മൾ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് എന്നിട്ട് തന്നെ വറ്റിയിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് വറ്റിയതാണ്. നല്ല രസമാണ് ഇങ്ങനെ തേങ്ങ അരച്ചത്, പ്രത്യേകിച്ച് വറുത്തരച്ചത്. പിന്നെ ഇപ്പം അമ്മയ്ക്ക് കഴിക്കാൻ പഴങ്ങളുണ്ട്. ഇത് പച്ചമുന്തിരിയാണ്.